നീ എന്താടി കരുതിയേ? നിലവിളക്ക് നിറവറയിട്ട് നിന്നെ പുത്തമ്പരിക്കൽ തറവാട്ടിലേക്ക് വലതുകാലം വെച്ച് കയറ്റുവന്നോ? നിന്റെ ഗ്രഹപ്രവേശന ചടങ്ങ് ഇങ്ങനെയാണെന്ന് കൂട്ടിയാ മതി. കേട്ടോടി? അതെ. വന്നേ. വണ്ടി കൊണ്ടിടിച്ചിട്ട് അഹങ്കാരം കാണിക്കണ്ട. അയ്യോ ആദ്യം ഒന്നും ചെയ്യില്ല ചേട്ടാ. റോഡ് നിനക്ക് പോലുള്ളവനൊക്കെ റോഡ് സ്വന്തം തറവാട്ട് സ്വത്താണെന്നാണോ വിചാരം? ചേട്ടാ അതെ. എന്താ പ്രശ്നം? ഞങ്ങളുടെ വണ്ടിയുടെ പിന്നിൽ കൊണ്ടുവന്ന് ഇടിച്ചു. നിർത്താൻ പറഞ്ഞപ്പോ വണ്ടി എടുത്ത് രക്ഷപ്പെടുക. ചോദിച്ചപ്പോ അഹങ്കാരം അവന്റെ. ഒന്നും ചെയ്യില്ല ചേട്ടാ, പ്ലീസ്. ചേട്ടാ അടിക്കല്ലേ, ഇതെന്റെ ഭർത്താവാ. ഞങ്ങളുടെ കല്യാണം ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. ഇദ്ദേഹത്തെ ഒന്നും ചെയ്യല്ലേ പ്ലീസ്. കൊച്ചേ, നിന്നെ കണ്ട കല്യാണ മണ്ഡപത്തിൽ നിന്ന് വന്നതാന്ന് മനസ്സിലാവും. പക്ഷെ ഇവൻ കല്യാണ വേഷത്തിലല്ലോ. ചിലപ്പോ കല്യാണത്തിന് മുമ്പേ രണ്ടും കൂടെ ഒളിച്ചോടിയതായിരിക്കും. രജിസ്റ്റർ ഓഫീസ് അടങ്ങിയ മുമ്പേ എത്താനായിരിക്കും പരക്കം പാച്ചില്. ശരി, എന്തായാലും ഈ പെങ്കൊച്ചു പറഞ്ഞോണ്ട് മാത്രം നിന്നെ ഞങ്ങൾ വെറുതെ വിടുന്നു. പുല്ലേ, റോഡിലൂടെ പോകുന്ന മറ്റു മനുഷ്യരുടെ ജീവനും വിലയുണ്ട്, മനസ്സിലായോ? ഇനിയെങ്കിലും മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാൻ പഠിക്കും. കൊച്ചേ, ഇവനെ മര്യാദയ്ക്ക് വിളിച്ചോണ്ട് പോകാൻ നോക്ക്. വന്നു കയറിയ മഹാലക്ഷ്മിയടാ നീ ഗോൾഡൻ ഗോൾ അടിച്ച് തെറിപ്പിച്ചു കളഞ്ഞ. എടാ മരവാഴെ, ഇന്നലെ മുതൽ നിന്റെ പിറകെ നടന്ന് ഞാൻ പറഞ്ഞതാ. ഇന്ന് ഒരു ദിവസം, ഒരൊറ്റ ദിവസം നിനക്ക് കുടിക്കാതിരുന്നൂടായിരുന്നു. ഒരു കണക്കിന് ഈ കല്യാണം നടക്കാതിരുന്നത് നന്നായി. അവളിത്ര അഹങ്കാരം പിടിച്ച പെണ്ണാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഈ മുതലൊക്കെ നമ്മുടെ കുടുംബത്തിൽ വന്ന് കേറിയിരുന്നെങ്കിലോ? നീ മോനെ വളം വെച്ചുകൊടു. മാളുവിന്റെയും കുമാറിന്റെയും കല്യാണം നടന്നാൽ നമ്മുടെ കുടുംബത്തെ അഭിവൃദ്ധിയും സമ്പത്തും ഐശ്വര്യം ഉണ്ടാവുന്നത് ആ ജോത്സ്യം പറഞ്ഞ ഓർമ്മയില്ലേ? മറന്നോ നീ? ആ ഒരൊറ്റ കാരണം കൊണ്ടല്ലേ മാളുവിനെ ഇവൻ ആലോചിച്ചത്. സകലതും തൊലച്ചു നാശം. മാമജി, വണ്ടി സൈഡാക്കിയാണ്. എന്തിനാ മാമജി വണ്ടി നിർത്ത്. ഇടാം. കുമാരേ, നീ ഇത് എന്ത് ചെയ്യാൻ പോവാ? കുമാര, നീ ഒന്ന് പറയുന്ന കേക്ക്. മോനെ കുമാരേ, നീ വന്ന് വണ്ടി കയറടാ. ഇതും കൂടി നാട്ടുകാർ ഇനി കാണണോ? മര്യാദയ്ക്ക് ഒന്ന് വണ്ടി കയറ്. നോക്കിക്കോ, അവൾ അനുഭവിക്കും, ഞാൻ അനുഭവിപ്പിക്കും. ആ മാളുവിനോട് ഞാൻ പ്രതികാരം ചെയ്തിരിക്കും. ഇനി അവള് സുഖമായിട്ട് ജീവിക്കൊന്നുമില്ല. പ്രതികാരം ചെയ്യാൻ നീ അങ്ങോട്ട് ചെല്ല്. എടാ, അവളിപ്പോ പഴയ മാളും അല്ല, പുത്തമ്പുരക്കൽ അച്യുത നമ്പ്യാരുടെ മരുമോളാ. അതോർമ്മ വേണം. കുമാരേ, നീ ഒന്ന് സമാധാനപ്പെട്. അവളോടുള്ള പക നിന്റെ ഉള്ളിക്കിടന്ന് നീറട്ടെ. നീറി നീറി അതൊരു തീയാവട്ടെ. ആ തീയില് നമ്മൾ മാളുവിനെ ചുട്ടരിക്കും. അവസരം വരും, കാത്തിരിക്കേ.
അതെ അതെ. ശ്ശേ. അതെ അതെ. അതെ മണി. അതെ വരാൻ. അതെ അത് വിട്, കൈ വിട്. വാടി. എന്താ അത് ഇത്? നീ എന്താടി കരുതിയേ? നിലവിളക്ക് നിറവറയായിട്ട് നിന്നെ പുത്തമ്പരിക്കൽ തറവാട്ടിലേക്ക് വലതുകാലം വെച്ച് കയറ്റുവന്നോ? നിന്റെ ഗ്രഹപ്രവേശന ചടങ്ങ് ഇങ്ങനെയാണെന്ന് കൂട്ടിയാ മതി. കേട്ടോടി? അതെ അതെ, ഒന്ന് നിക്ക്.